أرسل بس السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليمًا كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ വളരെ പവിത്രമായ ഒരു ദിവസം അല്ലാഹുവിന് വേണ്ടി രാത്രി നമസ്കാരം നിർവഹിച്ച് പ്രാർത്ഥനകൾ അനുഷ്ഠിച്ച് അള്ളാഹുവിൻ്റെ പുണ്യം നേടണമെന്ന അത്യുത്കടമായ ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിലെ മഗ്ഫിറത്തിൻ്റെ നാളുകളിലാണ് നാം ഉള്ളത്. മഗ്ഫിറത്തിനെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും അറിയേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമൊക്കെ. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് അസ്മാഉകൾ പറഞ്ഞിട്ടുണ്ട്. അസ്മാഉല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ. ഇതിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തുമായി ബന്ധപ്പെടുത്തി പറയുന്ന അതിമനോഹരമായ 3 നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് മഗ്ഫിറത്തിനെ അടുത്തറിയുവാനും മഗ്ഫിറത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാനും സാധിക്കുക. അതിലൊന്നാമത്തേത് ഗാഫിർ എന്ന നാമമാണ്. രണ്ടാമത്തേത് ഗഫാർ എന്ന നാമമാണ്. മൂന്നാമത്തേത് ഗഫൂർ എന്ന നാമമാണ്. ഇത് നമ്മൾ കേട്ട് പരിചയമുള്ളതാണ് 3. ഇതിലാദ്യം പറഞ്ഞ ഗാഫിർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒരു തവണ മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സൂറത്ത് ഗാഫിർ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ടല്ലോ. ആ അധ്യായത്തിലാണ് ആ നാമമുള്ളത്. ഗാഫിരി ദംബി വഖാബിലി തൗബ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വചനത്തിൽ. രണ്ടാമത്തേത് ഗഫാർ എന്ന നാമമാണ്. വിശുദ്ധ ഖുർആനിലെ 5 സ്ഥലങ്ങളിൽ ആ പദം അല്ലെങ്കിൽ ആ നാമം പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നി ലഗഫാറുൻ ലിമൻ താബ എന്ന് പറഞ്ഞുകൊണ്ട്. മൂന്നാമത്തേത് ഗഫൂർ എന്ന നാമമാണ്. ഖുർആനിൽ 91 സ്ഥലങ്ങളിൽ ആ നാമം അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ? ഇതെല്ലാം ഒരേ സംചയിൽ നിന്ന് വന്നതാണ്, ഒരേ അടിത്തറയിൽ നിന്ന് വന്നതാണ്.
അതിൽ നിന്നാണ് മഗ്ഫിറത്ത് വന്നത്. ഗഫറ എന്ന അടിത്തറയിൽ നിന്നാണ് ഗാഫിർ വന്നത്, ഗഫാർ വന്നത്, ഗഫൂർ വന്നത്. ഇതൊന്നും നിങ്ങൾ കേട്ടു പോകരുത് എന്നതാണ് എൻ്റെ അപേക്ഷ. കാരണം മഗ്ഫിറത്തിനെ കൊതിക്കുന്ന രാവുകളിൽ മഗ്ഫിറത്ത് നൽകുന്ന റബ്ബിൻ്റെ ഈ വിശിഷ്ടമായ നാമങ്ങളും വിശേഷണങ്ങളും നമ്മൾ ഉൾക്കൊള്ളുകയും അറിയുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ അപേക്ഷ അപ്പോൾ മാത്രമേ സാർത്ഥകമാവുകയുള്ളൂ. എല്ലാം ഒരു സംജയിൽ നിന്നാണ്. ഗഫറ എന്നതാണ് അടിസ്ഥാനം. അതിൽ നിന്നാണ് മഗ്ഫിറത്ത് എന്ന് വന്നത്. ഈ മൂന്ന് നാമങ്ങളും തമ്മിൽ അല്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. അടിസ്ഥാനം ഒന്നാണെങ്കിൽ പോലും ഗഫറ എന്ന പദത്തിന് അറബി ഭാഷയിൽ അടിസ്ഥാനപരമായുള്ള അർത്ഥം സത്തറ എന്നാണ്. മറച്ചുവെച്ചു എന്നാണ്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മഗ്ഫിറത്ത് എന്തായിരിക്കുമെന്ന്. അതൊരു തരം മറച്ചുവെക്കലാണ്. പക്ഷെ നമ്മളല്ല മറച്ചു വെക്കുന്നത് എന്ന് മാത്രം. മറച്ചുവെക്കുന്നത് ആരാ? ഈ മറച്ചുവെക്കലാണ് നാം പുറത്തു തരലും പുറത്തു കൊടുക്കലുമായി വ്യാഖ്യാനിച്ചത്. മറച്ചു വെക്കുമ്പോഴാണ് ഞാൻ ചെയ്ത ന്യൂനതകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും, എൻ്റെ ജീവിതത്തിലുള്ള വീഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും, നിങ്ങളതിനെ മറച്ചു വെക്കുമ്പോഴാണ് സത്യത്തിൽ നിങ്ങളെനിക്ക് പുറത്തു തന്നവനായി തീരുക. അതാണ് അള്ളാഹു ചെയ്യുന്ന പ്രവർത്തനം. അതിലൊന്നാമത്തേത് ഗാഫിർ എന്ന നാമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറച്ചുവെക്കലാണ്. എന്താണ് ഗാഫിർ എന്ന് പറഞ്ഞാൽ? ഗഫറ എന്നതിൽ നിന്നാണ് ഗാഫിർ വന്നത്. സാധാരണ അറബി ഭാഷയിൽ ഏതൊരു വെർബും അതിൻ്റെ ക്രിയ ചെയ്തവനെ കുറിക്കാൻ ഫാഇൽ പറയും. ഉദാഹരണമാണ് കതബ, എഴുതി എന്നാണ്. കാത്തിബ് എന്ന് പറഞ്ഞാൽ എഴുതുന്നവൻ എന്നാണ്. നജറ എന്ന് പറഞ്ഞാൽ മരങ്ങൾ ഈർന്ന് മുറിച്ച് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫേർണിച്ചറുകൾ ഉണ്ടാക്കുന്നതാണ് നജറ. നാജിർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവനാണ്. അഥവാ സാധാരണയായി അങ്ങനെ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അതൊരു തൊഴിലല്ല, അതൊരു എപ്പോഴും ചെയ്യുന്ന കാര്യമല്ല. അങ്ങനെയുള്ളതിനാണ് ഫാഇൽ എന്ന വസ്ന് കൊണ്ട്, എന്ന രൂപം കൊണ്ട് പറയാറുള്ളത്. അതിൽപ്പെട്ടതാണ് ഗാഫിർ. അള്ളാഹു പൊറുക്കുന്നവനാണ്, അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്. ബസ് അള്ളാഹു എഴുതുന്നവനാണ്, മനുഷ്യൻ എഴുതുന്നവനാണെന്ന് പറയുന്നത് പോലെയുള്ള ഒരു ചെറിയ പ്രവർത്തനം മാത്രം. എന്നാൽ ഗഫാർ അതല്ല. ഗഫാറും ഗഫറയിൽ നിന്നാണ് വന്നത്. പക്ഷെ ഗഫാറിനൊരു സവിശേഷതയുണ്ട്. അത് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ടല്ലോ. ഗാഫിർ എന്ന് പറയുന്നതിൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ ഗഫാർ എന്ന് പറയുന്നതിൽ ഒരു തശദ്ദുദുണ്ട്, ഒരു ശക്തിയുണ്ട്, ഇല്ലേ? ഞാൻ പറഞ്ഞു നാജിർ എന്ന് പറയും, ഒരു തടി ഈർന്നു മുറിച്ച് അതുകൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കുന്നവൻ. എന്നാൽ അതൊരു തൊഴിലായി സ്വീകരിച്ചവൻ അറബി ഭാഷയിൽ പറയുന്ന പദം നജ്ജാർ എന്നാണ്. നജ്ജാർ ഫഅൽ എന്ന വസ്നിൽ, അഥവാ അവനത് ധാരാളമായി ചെയ്യുന്നവനാണ്. അതാണവൻ്റെ തൊഴിൽ, അതാണവൻ്റെ രീതി, അതാണവൻ്റെ സ്വഭാവം. നിങ്ങൾ ഗഫാറിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു നോക്ക്. മനസ്സിലായോ? ഞാനിത് മനസ്സിലാകാനാണ് ഉദാഹരണം പറയുന്നത്. ഗഫാർ അത് ഗാഫിറിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഗഫാർ ഫഅൽ, ധാരാളമായി പൊറുക്കുന്നവൻ, ഒരു മടിയുമില്ലാതെ പൊറുക്കുന്നവൻ. അതാണ് വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹ എന്ന് പറഞ്ഞത്. ഞാൻ ഗഫാർ തന്നെയാണ്, ധാരാളമായി പൊറുക്കുന്നവൻ തന്നെയാണ്. എന്നാൽ ഗഫൂർ എന്താണ്? അതാണ് മൂന്നാമത്തെ പ്രയോഗം. ഫഊൽ എന്ന വസ്നാണ് ഗഫൂർ. അതിനൊരു പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ മറച്ചു വെക്കണമെന്നാഗ്രഹിക്കുന്ന എല്ലാ തിന്മകളും ഒരേപോലെയുള്ളതല്ലല്ലോ. ആണോ? ചിലതൊക്കെ അറിഞ്ഞ് വിചാരിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
ആരെങ്കിലും അറിഞ്ഞു വിചാരിച്ച് പ്രശ്നം ഉണ്ടാവില്ല. ചിലത് അറിഞ്ഞാലോ ഭയങ്കര നാണക്കേടായിരിക്കും. അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട്. അതിനെ മറച്ചു വെക്കുന്നവനാണ് ആര് ഗഫൂർ. അതാണ് വല്ലാത്ത സംഭവം. അതെത്രയായാലും ശരി. അതുകൊണ്ടാണ് ആ പേര് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ ഒരു വിശിഷ്ടമായ റബ്ബിൻ്റെ നാമമുണ്ട്, വഹുവൽ ഗഫൂറുൽ വദൂദ്. വദൂദ്, നിങ്ങളിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ നിങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിച്ച് നിങ്ങളുടെ എല്ലാ വീഴ്ചകളും പാപങ്ങളും നിങ്ങൾക്ക് മറച്ചു വെച്ച് തരുന്നവൻ. ആലോചിച്ച് നോക്കൂ. അപ്പം മഗ്ഫിറത്ത് എന്താ? നമ്മൾ കേൾക്കണം മഗ്ഫിറത്ത് എന്താണെന്നുള്ളത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ കേവലം പാപം പൊറുക്കലല്ല. അത്ഭുതകരമാണ് ആ പദത്തിൻ്റെ വിന്യാസവും ആ പദത്തിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വദൂദായ, ഗാഫിറായ, ഗഫാറായ, ഗഫൂറായ റബ്ബ് നമ്മളോട് ചെയ്യുന്നത്. സഹോദരങ്ങളെ, എവിടെയാണ് യഥാർത്ഥത്തിൽ ഈ വ്യത്യാസം നമുക്ക് ബോധ്യമാവുക? ഞാൻ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം, അപ്പോൾ പെട്ടെന്ന് ബോധ്യമാകും. വിശുദ്ധ ഖുർആനിൽ തെറ്റ് ചെയ്യുന്നവനെക്കുറിച്ച്, അക്രമം ചെയ്യുന്നവനെക്കുറിച്ച് 3 രീതിയിലുള്ള പരാമർശം. ഒന്ന് ലാലിം എന്ന പരാമർശമാണ്, ദുൽമ ചെയ്യുന്നവൻ. ധാരാളമായി ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫമിൻഹും ലാലിമുൻ ലിനഫ്സിഹി, ലാലിം. രണ്ടാമത്തേത് ലാലിം എന്ന് പറഞ്ഞാൽ സാധാരണ തെറ്റുകൾ ചെയ്യുന്നവൻ, അക്രമം ചെയ്യുന്നവൻ, ക്രമം തെറ്റി കാര്യങ്ങൾ ചെയ്യുന്നവൻ, അതാണ് ദുൽമ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രയോഗം ലലൂം എന്നാണ്. ലലൂം ഭയങ്കര ഒരുപാട് അക്രമം ചെയ്യും, 1, 2, 3 അല്ല, ഭയങ്കര ശല്യമായിരിക്കും അവനെ കൊണ്ട്. അതാണെന്ത്? ലലൂം. അതുകൊണ്ടാണ് ലലൂമുൻ ജഹൂൽ എന്ന് പറഞ്ഞത്. ഒരു പരമവിഡ്ഢിയെ എന്ത് ചെയ്യുള്ളൂ? ഇങ്ങനെ കുറേ ഫിത്തന ഉണ്ടാക്കുകയുള്ളൂ. മൂന്നാമത്തേത്, അതാണ് വല്ലാത്തൊരു പദം. ആ പദം വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ പദം ഏതാ നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഈ ഗാഫിറും ഗഫൂറും ലാലിമും ലലൂമും പിന്നുള്ളത് ഏതാ? ലല്ലാമാണ്. ലല്ലാം. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു, വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ്. മാഷാ അല്ലാഹ്, വല്ലാത്തൊരു വാക്കാണ് ലല്ലാം. ലല്ലാം. ഗഫാർ പറഞ്ഞ അതേ ഫ്രൈസാണ് എന്ത്? ലല്ലാം. ഇനി ശരിക്കൊന്ന് ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഗാഫിർ ആർക്കുള്ളതാ? ലാലിമിനുള്ളതാ. യാ സലാം. ഗാഫിർ ലാലിമിനുള്ളത്. ഗഫൂർ ആർക്കുള്ളതാ? ലലൂമിനുള്ളതാ. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പം. അത് ലലൂമിനുള്ളത്. ഗഫാർ ആർക്കുള്ളതാ? ലല്ലാമിനുള്ളത്. മനസ്സിലായോ? ലാലിമിനുള്ളത് ഗാഫിർ. ലാലിം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തിന്മകളൊക്കെ ചെയ്യുന്നവൻ, അവൻ എന്ത് മതി? ഗാഫിർ മതി. ലലൂം, ഫിത്നകൾക്ക് മേൽ ഫിത്ന, പ്രശ്നമാണ് അവൻ, എപ്പോഴും പ്രശ്നമാണ് അവൻ, ഒരുപാട് തിന്മകൾ ചെയ്യും, അവനാണ് ലലൂം. ആ ലലൂമിന് ആര് വേണം? ഗഫൂർ വേണം, ഗാഫിർ പോരാ. അപ്പോൾ അള്ളാഹിനെക്കുറിച്ച് മനുഷ്യനെ ലലൂം എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? ഗഫൂർ എന്ന് പറഞ്ഞു. ഇനി ലല്ലാം, അത് കുറച്ച് ശക്തിയുള്ളതാണല്ലോ. അപ്പോൾ അതിനിപ്പുറത്ത് ആര് വേണം? ഗഫാർ വേണം. മനസ്സിലാവേണ്ട പറയണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ അതേ രീതിയിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നൽകുന്ന ആ അവസ്ഥയെ വ്യത്യസ്തമാക്കി ഇങ്ങനെ പറഞ്ഞു തന്നു. എന്തിനാ സഹോദരങ്ങളെ? എന്തിനാ? നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു ഒരു രീതിയിലല്ല നമുക്ക് മഗ്ഫിറത്ത് നൽകുന്നത്. ഗാഫിറായി കൊണ്ട് നൽകുന്നു ലാലിമായവന്, ഗഫൂറായി കൊണ്ട് നൽകുന്നു ലലൂമായവന്, ഗഫാറായി കൊണ്ട് നൽകുന്നു ലല്ലാമായവന്. നമ്മളെപ്പോഴും ചിന്തിക്കണം, എന്തുമാത്രം സ്നേഹനിധിയാണ് നമ്മുടെ റബ്ബ് എന്നാലോചിച്ച് നോക്കൂ. ഈ മഗ്ഫിറത്താണ് സഹോദരന്മാരെ
നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ലാലിമുകളാണെങ്കിൽ അള്ളാഹു ഗാഫിറാണ്, നമ്മൾ ലലൂമുകളാണെങ്കിൽ അള്ളാഹു ഗഫൂറാണ്, നമ്മൾ ലല്ലാമുകളാണെങ്കിൽ അള്ളാഹു ഗഫാറാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ ചെറിയ തെറ്റുകളെ നമുക്ക് വന്നിട്ടുള്ളൂ എന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ യാ ഗാഫിർ എന്ന് പറഞ്ഞ് ദുആ ചെയ്യണം. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? കുറച്ചുകൂടി ശക്തിയുള്ളതാണെങ്കിൽ യാ ഗഫാർ എന്ന് വിളിക്കണം റബ്ബിനെ. യാ ഗഫാർ. നിരന്തരം എൻ്റെ അടുത്ത് നിന്ന് തിന്മകൾ വരുന്നു, തെറ്റുകൾ വരുന്നു, അപ്പോൾ ചോദിക്കേണ്ടത് എങ്ങനെ ഇരിക്കണം? യാ ഗഫൂർ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഹുസ്ന, ഹസൻ എന്ന് പറഞ്ഞതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഹുസ്ന. ഭയങ്കരമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് അതിമനോഹരമായ അതിവിശിഷ്ടമായ നാമങ്ങളുണ്ട്. എന്തിനാണത്? ഫദ്ഉഹു ബിഹാ. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ദുആ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ആ ഭംഗി മനസ്സിലാകണ്ടേ, അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാകണ്ടേ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അള്ളാഹു നമുക്ക് നൽകുന്ന മഗ്ഫിറത്തിൻ്റെ, പുറത്തുതരലിൻ്റെ, മറച്ചുവെക്കലിൻ്റെ അത്ഭുതകരമായ രീതിയുണ്ട്. അത് നമ്മൾ ശരിക്ക് ചിന്തിക്കണം. നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടറിയും? നിങ്ങളൊക്കെ സത്യത്തിൽ ഇവിടെ ഇരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചെയ്ത മഗ്ഫിറത്തിൻ്റെ കാരണമായാണ്. എൻ്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുമായിരുന്നില്ല. ഇതെൻ്റെ മാത്രം കഥയല്ല. എല്ലാവരും ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കൂ. എല്ലാവരുടെയും കഥയാണ്. എല്ലാവരുടെയും കഥയാണ്. എല്ലാവരുടെയും കഥയാണ്. എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പുരുഷന്മാരോടും ഞാൻ പറയുന്നു, റബ്ബുൽ ഇസ്സത്തിൻ്റെ മഗ്ഫിറത്തില്ലെങ്കിൽ നിങ്ങളുടെ സഹധർമ്മിണി നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങുമായിരുന്നില്ല. അള്ളാഹു ആവോളം മറച്ചു വെച്ചു തരുന്നു നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കേണ്ടതാണിത്. ഞാനൊരു പബ്ലിക് സ്പീച്ചിൽ പറയേണ്ട കാര്യമല്ല. ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു എത്രയാണ് അള്ളാഹു നമുക്ക് മറച്ചു വെച്ച് തന്നത്. ആലോചിച്ച് നോക്കൂ. ആ മറച്ചു വെച്ചത് എവിടെയൊക്കെ മറച്ചു വെക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഭൂമിയിൽ അത് മറച്ചു വെച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പരസ്പരം ബഹുമാനിച്ച് ആദരിച്ച് മുമ്പോട്ട് പോകുന്നത്. എൻ്റെ തിന്മകൾ നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്, നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ കാണാഞ്ഞത്, നിങ്ങൾ അറിയാഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു എന്നോടുള്ള മഗ്ഫിറത്തിൻ്റെ ഭാഗമായി എനിക്ക് മറച്ചു വെച്ചു തന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കാണാതെ പോയത്. ഇനി കേൾക്കണോ സന്തോഷം? അള്ളാഹു തആല ദുനിയാവിൽ മാത്രമല്ലാതെ മറച്ചു വയ്ക്കാം. അള്ളാഹു ഗഫാറാണ്, അള്ളാഹു ഗഫൂറാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് വിചാരണക്ക് ചെല്ലുന്ന സമയത്തും അള്ളാഹു അതെന്ത് ചെയ്യും? മറച്ചു വെക്കും. ആരും കാണൂല, ആരും കാണൂല. സഹോദരങ്ങളെ, ഇതാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ അത്ഭുതം? ഈ പദം അറബി ഭാഷയുടെ എല്ലാ ഫ്രൈസിലും ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് മാദിയായി, പാസ്റ്റ് ടെൻസായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഗഫറ എന്നൊരുപാട് സ്ഥലത്തുണ്ട്. രണ്ടാമത്തേത് മുദാരിയായി, ഫ്യൂച്ചർ ടെൻസായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഭാവി അല്ലെങ്കിൽ ഭൂതം എന്നൊക്കെ പറയുന്ന കാലമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തുണ്ട്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ. ഗഫറ പറഞ്ഞ പാസ്റ്റ് ടെൻസാണ്, മാദിയാണ്. യഗ്ഫിറു പറഞ്ഞ മൂന്നാമത്തേത് അമ്ര, കൽപ്പനക്രിയായി ഫഗ്ഫിർ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർ റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ, റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്റാഫനാ ഫി അംരിനാ. നാലാമത്തേത് മസ്ദറായി, ധാതുവായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നമസ്കാരത്തിൽ കേട്ടല്ലോ, ഗുഫ്രാനക റബ്ബന വ ഇലൈക്കൽ മസീർ. ഗുഫ്രാനക മസ്ദർ.
എന്തുകൊണ്ടായിരിക്കണം? അള്ളാഹുവിൻ്റെ കാരുണ്യം, സത്യത്തിൽ അതിൻ്റെ വിശാലത, മഗ്ഫിറത്തിൻ്റെ വിശാലത നമ്മളിങ്ങനെ കാണുകയാണ്. പാസ്റ്റ് ടെൻസായി ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കഴിഞ്ഞു പോയതെല്ലാം അള്ളാഹു നമുക്ക് മറച്ചു വെച്ച് തരും എന്ന് നമ്മളോട് പറയുകയാണ്. കഴിഞ്ഞു പോയതെല്ലാം മറച്ചു വെച്ച് തരും. അത് അള്ളാഹു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിൽ പഠിപ്പിച്ചു. മൻ ഖാമ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ. മാ തഖദ്ദമ പറഞ്ഞ പാസ്റ്റാണ്, കഴിഞ്ഞു പോയത്. ഫ്യൂച്ചർ ടെൻസായി എന്തിനാ പ്രയോഗിച്ചത്? വരാനിരിക്കുന്നതും അള്ളാഹു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മറച്ചു വെച്ച് തന്നിട്ടുണ്ട്. കൽപ്പനയായി എന്തിനാ പ്രയോഗിച്ചത്? എന്തിനാ പ്രയോഗിച്ചത്? അള്ളാഹു പലരോടും കൽപ്പിക്കും നമുക്ക് മറച്ചു വെച്ച് തരാൻ. അള്ളാഹു പലരോടും കൽപ്പിക്കും നമുക്ക് മറച്ചു വെച്ച് തരാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു കാണാൻ പാടില്ലാത്ത ന്യൂനത. പക്ഷേ നിങ്ങളുടെ ഉള്ളിലൊരു വികാരം വരും, ഇത് പറയണോ പറയണ്ടേ? അള്ളാഹു നിങ്ങളോട് പറഞ്ഞത് മറച്ചു വെക്കണമെന്നാണ്. അത് കാരണം അള്ളാഹു സത്താറാണ്. അള്ളാഹുവിൻ്റെ വേറൊരു നാമമാണ് സത്താർ, മറച്ചു വെക്കുന്നവൻ. മറച്ചു വെക്കാനാണ് നമുക്ക് ബാധ്യതയുള്ളത്, പുറത്തു കൊണ്ടുവരാനല്ല. നമ്മളത് പഠിച്ചിട്ടില്ല. ആ ഒരു കല ഒരു വല്ലാത്ത കലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതിമനോഹരമായ, സഹാബത്തിനുണ്ടായ അതിമനോഹരമായ സംഭവങ്ങളിലൂടെയാണ് അത് റസൂലുള്ളാഹി സമൂഹത്തെ പഠിപ്പിച്ചത്. വ്യഭിചരിച്ച ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ നബി തിരുമേനിയുടെ സന്നിധിയിൽ ഏറ്റുപറയാൻ വേണ്ടി വന്നപ്പോൾ ഒരു സാക്ഷിയെ വേണം എന്ന് പറഞ്ഞു റസൂൽ. നീ പറഞ്ഞാൽ പോരാ, ഒരു സാക്ഷി വേണം. നീ ഇത് ചെയ്തത് കണ്ട ഒരു സാക്ഷി വേണം. സാക്ഷി ഉണ്ടാവുമോ? പക്ഷേ ഈ കുട്ടിക്ക് ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പിതാവിൻ്റെ അനുജൻ്റെ മകൻ അവനെ വിളിച്ചുകൊണ്ട് വന്നു നബിയുടെ മുമ്പിൽ നിർത്തി. ഇതാ ഇവൻ സാക്ഷിയാണ് ഞാൻ വ്യഭിചരിച്ചതിന്. റസൂൽ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ ഉണ്ടോ? അവൻ തലയാട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു, മോനെ, നിനക്കത് മറച്ചു വെച്ചുകൂടായിരുന്നോ? ഒരു വല്ലാത്ത കലയാണത്, മറച്ചു വെക്കുക എന്നത്. ഇത് കൽപ്പനയാണ് സഹോദരങ്ങളെ. അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. മൻ സതറ മുസ്ലിമൻ ഔ മുഅ്മിനൻ, രണ്ട് പ്രയോഗമുണ്ട്. ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനെ ഒരാൾ മറച്ചു വെച്ചു കൊടുത്താൽ സതറല്ലാഹു അൻഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവൻ്റെ പലതും മറച്ചു വെച്ചു കൊടുക്കും. ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ കൽപ്പനയുണ്ട്. അതുകൊണ്ടാണ് ഗഫിർ എന്ന് വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിലൊക്കെ ഇത് നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു എന്തുമാത്രം വിശാലതയാണ്, എന്തുമാത്രം സ്നേഹമാണ് നമ്മളോട് കാണിക്കുന്നത് എന്ന്. അല്ലാഹുമ്മ ഗഫിർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റബ്ബന ഗഫിർ ലനാ ദുനൂബന എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വികാരങ്ങളൊക്കെ തളച്ചു മറിയണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുക. കേവലം വാക്കുകളെ കൊണ്ടല്ല മഗ്ഫിറത്ത്, മറിച്ച് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലുള്ള തീക്ഷ്ണമായ ഈ വികാരങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ മഗ്ഫിറത്ത്, വാക്കുകൾക്കല്ല. അതുകൊണ്ടാണ് എപ്പോഴും ഈ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണല്ലോ തൗബ. തൗബയെക്കുറിച്ച് പറയുന്നിടത്ത് തൗബ വാക്കുകളിലല്ല വരേണ്ടത്. ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നൊരു വികാരമായി അത് പുറത്തേക്ക് വരണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ ഈ ഒരു രീതി നമുക്കുണ്ടാവുക. നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വാ ദുനൂബ, വാ ദുനൂബ. എന്തൊരു തിന്മയാണ്, എത്ര തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവൻ വരുന്നത്. ഇതിവൻ 2-3 തവണ ആവർത്തിച്ചു ഈ ആഗതൻ ഈ വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞത്, നീ അതല്ല പറയേണ്ടത്,
നീ പറയേണ്ടത് ഖുൽ അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത്, നീ തരാനിരിക്കുന്ന മഗ്ഫിറത്ത് ഔസഉ മിൻ ദുനൂബി, ഞാൻ ചെയ്ത തെറ്റുകളെക്കാൾ വിശാലമാണ്. ആ ഒരു വികാരം, അതാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണത്. അവനെ പഠിപ്പിക്കുകയാണ്. നീ അത് പറയും, ആവർത്തിച്ച് അവനെ കൊണ്ടത് പറയിപ്പിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖദ് ഗഫറല്ലാഹു തആല. ഇത് പറഞ്ഞപ്പോൾ നബിക്ക് ഭയങ്കര സന്തോഷമായി. നബി പറഞ്ഞു, അള്ളാഹു അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വികാരം എന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള വികാരം അതാണ്. അള്ളാഹു വാസ്യ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വേറൊരു നാമമാണല്ലോ വാസ്യ. നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്താ വാസ്യ എന്ന് പറഞ്ഞാൽ? എല്ലാ വിഷയത്തിലും അള്ളാഹു വാസ്യ. അപ്പം ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ കുറിച്ച് ഈ രീതിയിലുള്ള ഒരു ഉറപ്പാണ്, ഒരു ബോധമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നാം മഗ്ഫിറത്തിന് ഉടമകളായി മാറുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വളരെ ഗൗരവത്തോടു കൂടി ഒരു ദിവസം വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി. റസൂലേ, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരുമോ? എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ആരാ ചോദിക്കണമെന്ന് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ദുആ ഏതാണെന്നറിയും? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. എല്ലാവരും പഠിച്ചു പോകണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഗാഫിറും ഗഫാറും ഗഫൂറും ഉള്ളിൽ വെച്ചുകൊണ്ട് ഇത് പ്രാർത്ഥിക്കണം. ചോദിച്ചതാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി പഠിപ്പിക്കുക, അല്ലാഹുമ്മ, നീ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി, അല്ലാഹുവേ, ഞാൻ എന്നെ തന്നെ ആക്രമിച്ചിരിക്കുന്നു. മനുഷ്യൻ തിന്മ ചെയ്യുക, തെറ്റ് ചെയ്യുക എന്നത് തന്നോട് തന്നെ ചെയ്യുന്ന അക്രമമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്, തന്നോട് ചെയ്യുന്ന അക്രമം. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി, അതുകൊണ്ട് ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക, നിൻ്റെ അടുത്തുനിന്നുള്ള ഒരു മഗ്ഫിറത്ത് എനിക്ക് നീ തരണം. അതവനോട് പറയാം. പോരാ, മഗ്ഫിറത്ത് കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. അടുത്തൊരു പദം എല്ലാവരും ശ്രദ്ധിച്ചോ. അള്ളാഹു ഗഫൂർ എന്ന് പ്രയോഗിച്ച ആ 5-6 സ്ഥലങ്ങളിൽ കൂടെ ചേർത്ത് പറഞ്ഞ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട്, ഒരു നാമമുണ്ട്, അത് റഹീം എന്നാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ 2ാമത്തെ ഭാഗം അല്ലാഹുമ്മ ഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക, ഞാനിത് ആവർത്തിക്കണം, നിങ്ങൾ ഇവിടെ തന്നെ പഠിച്ചു പോകണം എന്നുള്ളതുകൊണ്ടാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക. അടുത്ത പ്രയോഗം എന്താ പറയുക? വർഹംനി, എനിക്ക് മഗ്ഫിറത്ത് മാത്രം പോരാ, ആ മഗ്ഫിറത്ത് നീ എൻ്റെ പാപങ്ങളും എൻ്റെ ന്യൂനതകളും എനിക്ക് മറച്ചു വെച്ച് തന്നാൽ പിന്നീട് ആ രീതിയിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ നിന്റെ കാരുണ്യം ആവശ്യമുണ്ട്. വർഹംനി. എന്നിട്ട് എന്താ പറയുക പറഞ്ഞത്? ശ്രദ്ധിച്ചോ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ ഗഫൂറുമാണ്. ഗഫൂർ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, റഹീമുമാണ്. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. സുബ്ഹാനല്ലാഹ്. ഗഫൂർ എന്ന് പറഞ്ഞെടുത്ത് ഖുർആനിൽ 6 സ്ഥലങ്ങളിൽ ഗഫൂറിൻ്റെ കൂടെ അള്ളാഹു, ഞാൻ പറഞ്ഞല്ലോ 91 സ്ഥലങ്ങളിൽ ഗഫൂർ പറഞ്ഞു, ഇതിൽ 6 സ്ഥലങ്ങളിൽ ഗഫൂറിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ പദം റഹീം എന്നതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മഗ്ഫിറത്തിൻ്റെ കൂടെ ആര് വേണം? റഹ്മത്ത് വേണം. എന്തിനാ? മഗ്ഫിറത്ത് നിലനിന്ന് പോകാൻ, അതാരും മാന്തിപ്പൊളിച്ച് പുറത്തു കൊണ്ടുവരാതിരിക്കാൻ അങ്ങനെ വേണം എന്നർത്ഥം. നമ്മൾ മനസ്സിലാക്കണം എന്തുമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുമാത്രം വല്ലാത്ത കാരുണ്യമാണ് നമ്മളോട് കാണിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരു ഉപദേശമായി നിങ്ങളിത് കാണരുത്, മറിച്ച്
ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള 3 കാര്യങ്ങൾ. അതിലൊന്നാമത്തേത്, നമ്മുടെ റബ്ബ് ഗാഫിറാണല്ലോ, നമ്മുടെ റബ്ബ് ഗഫൂറാണല്ലോ, നമ്മുടെ റബ്ബ് ഗഫാറാണല്ലോ. ഇനി നമുക്കുണ്ടാകണം ഒരു ഗുണം. അതെന്താ വെച്ചാൽ നമുക്ക് ലജ്ജ തോന്നണം. ഫസ്തഹീമിൻ, ലജ്ജ തോന്നണം. തിന്മ ചെയ്യാൻ ഇനി നമ്മൾ മുതിരരുത്. തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി മനുഷ്യ പ്രകൃതത്തിലുണ്ട്. ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസൂ പറഞ്ഞത് ഉണ്ട്. പക്ഷേ നമ്മൾ പിടിച്ചു വെക്കണം. അതിനാണ് നമുക്ക് സൗമ് തന്നത്. സൗമ് പിടിച്ചു വെക്കലാണ്. നമ്മുടെ മനസ്സിനെ അത്തരം ടെൻഡൻസികളിൽ നിന്ന് പിടിച്ചു വെക്കാനുള്ള കരുത്താണ് സൗം, റമദാൻ എന്ന പാഠശാലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത് കിട്ടണം. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും പറയണത് എന്താ അറിയോ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ എന്ന. ജമീഅൻ, എല്ലാം നിങ്ങൾക്ക് അള്ളാഹു മറച്ചു വെച്ചു തരും. എല്ലാം അള്ളാഹു നിങ്ങൾക്ക് തീർച്ചയായും പുറത്തു തരും. ആകാശത്തോളം വലിയ കുന്നുള്ള വലിയ തിന്മകൾ നിങ്ങൾ ചെയ്താൽ പോലും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ആലോചിക്കണം. അള്ളാഹു ഗാഫിറാണെങ്കിൽ, അള്ളാഹു ഗഫൂറാണെങ്കിൽ, അള്ളാഹു ഗഫാറാണെങ്കിൽ, സഹോദരങ്ങളെ, ആരുമില്ലാതെ ഞാൻ മാത്രമുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു തിന്മ ചെയ്യാൻ, ഒരു തെറ്റ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയാൽ, ചെയ്യണമെന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞാൽ ആ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ? അതാണ് നമ്മൾ ഗാഫിറും ഗഫാറും ഗഫൂറും മനസ്സിലാക്കിയതിൻ്റെ അടയാളം. ലജ്ജിക്കണം നമ്മൾ നോക്കൂ, നമ്മൾ ഈ ടൗണിലേക്ക് ഇറങ്ങി നമ്മളാരെങ്കിലും ഡ്രസ്സ് മുഴുവൻ അഴിച്ചിട്ട് നടക്കുമോ? ഇല്ലല്ലോ. എന്താ കാര്യം? ലജ്ജയാണ്. നിങ്ങളൊക്കെ കാണും. സഹോദര, തിന്മ ചെയ്യുമ്പോൾ റബ്ബ് കാണുന്നുണ്ട്. റബ്ബ് കാണാത്ത ഒരു ഘട്ടവുമില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവർക്ക് മറച്ചു വെച്ച് കൊടുക്കണം. മറ്റുള്ളവരുടെ തിന്മകൾ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് എല്ലാവരും ശ്രമിക്കുന്നത്. അതിന് പകരം നമ്മൾ മറച്ചു വെക്കണം. എന്താഗ്രഹിച്ചുകൊണ്ട്? അല്ലാഹു തആല നമ്മുടേത് മറച്ചു വെക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വിശുദ്ധ ഖുർആൻ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് സൂറത്തുൻ നൂറിലൊരു വാചകം പറയുന്നുണ്ട്. കടുപ്പുള്ളൊരു വാചകം. അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു തിന്മ, സമൂഹത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു തിന്മ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി ചെയ്തു എന്ന് പ്രചരിപ്പിച്ചു ഒരുത്തൻ. ആ ഒരുത്തൻ ജീവിച്ചിരുന്നത് അബൂബക്കർ സിദ്ദീഖ് എന്ന അബൂബക്കർ സിദ്ദീഖിൻ്റെ ഔദാര്യം കൊണ്ടായിരുന്നു. എൻ്റെ മകളെക്കുറിച്ച് ഈ തോന്നിയാസം ഇവിടെ പ്രചരിപ്പിച്ചത് അവനാണ് എന്ന് ബോധ്യം അബൂബക്കർ സിദ്ദീഖിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നയാ പൈസ ഞാനും കൊടുക്കൂല. വാശിയായിരുന്നു. കൊടുക്കുമോ? നമ്മളും കൊടുക്കൂലല്ലോ. പക്ഷെ അള്ളാഹുവിനത് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞു ഈ സംഭവം പറയുന്നതിനിടയിൽ, ഫഅഫു വസ്ഫഹു, വിട്ടുകൊടുക്ക്, അത് മറന്നേക്ക്, അത് മായ്ച്ചു കളയ്, അത് നിന്റെ ഉള്ളിൽ ഉണ്ടാകരുത്. നമ്മൾ അവിടെയാണ് എത്തേണ്ടത്. പക്ഷെ എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് കുലുങ്ങിയില്ല. അപ്പോഴാണ് അള്ളാഹു ചോദിച്ചത്, ഭയങ്കര അത്ഭുതമാണ്. സൂറത്തുൻ നൂർ അള്ളാഹു ചോദിച്ചു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആ ചോദ്യം അബൂബക്കർ സിദ്ദീഖിൻ്റെ നെഞ്ചിൽ കൊണ്ടു. അദ്ദേഹം ഓടിച്ചെന്ന് മിസ്താഹിനെ കെട്ടിപ്പിടിച്ച് എല്ലാം പുറത്തു കൊടുത്തെന്ന് മാത്രമല്ല, പിടിച്ചു വെച്ചത് മുഴുവൻ തിരിച്ചു നൽകി. ഇതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഗുണം. ഇന്ന് നമ്മുടെ കഥ വളരെ ദയനീയമാണ്. ഒരു ചെറിയ അസ്വാരസിൻ്റെ ആൽപ്പിന് അവനെ കണ്ടൂടാ, അവനോട് മിണ്ടൂല, അവനെ കാണുമ്പോൾ നെറ്റിച്ചുളിയ, മുഖം തിരിക്കുക. എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് പറയുന്നത്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അഫ എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്തിൻ്റെ ഏറ്റവും
ഉന്നതമായ അവസ്ഥയാണ് അഫു എന്ന് പറയുന്നത്. അഫു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മറച്ചാലും ഉണ്ടാവും അവിടെ ഒരു ചെറിയ അടയാളം. ആ അടയാളം പോലും ഇല്ലാതാക്കിയതിന് എന്ത് പറയാം? അഫ. നിങ്ങൾ ആലോചിക്കുക, അഫു എന്നൊക്കെയുള്ള പദം അതാണ്. കാറ്റാണ് ഈ ശരിക്കും. അഫ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ കാറ്റടിക്കുമ്പോൾ ചില അടയാളങ്ങളൊക്കെ ഉണ്ടാവും, മനസ്സിലായി? പിന്നെ വേറൊരു കാറ്റടിച്ചാൽ ആ അടയാളം എന്താവും? പോവും. അതിനാണ് എന്ത് പറയാം? അഫ. അതുകൊണ്ടാണ് മരുഭൂമിയിൽ ആരും അടയാളം വെക്കൂല. എന്ത്? അവിടെ ഇങ്ങനെ ഉയർന്ന കുന്നുണ്ട് എന്ന് ആരും പറഞ്ഞ അടയാളം വെക്കൂല, അഫ ഉള്ളത് കൊണ്ട്. ഇതാണ് അഫു. നമ്മുടെ സ്വഭാവം അതാണ്. നമ്മൾ അള്ളാഹിനോട് പറയാം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അള്ളാഹുവേ നീ ഭയങ്കരമായിട്ട് എല്ലാ തെറ്റുകളും മറച്ചു വെച്ച് അതിൻ്റെ എല്ലാ അടയാളങ്ങളും ഇല്ലാതാക്കുന്നവനാണല്ലോ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നീ അങ്ങനെ ചെയ്തു തരണം. ഞാൻ ഇതിന് തയ്യാറല്ല, അത് പറ്റില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മളെപ്പോഴും ആലോചിക്കണം, നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, എല്ലാവരും കേട്ടോ, ശ്രദ്ധിച്ചോ, എത്ര വലിയ തെറ്റ് ചെയ്താലും നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹുവിലേക്ക് മടങ്ങണം. ഇന്ന് നമ്മൾ ഇമാം ഓതിയത് കേട്ടില്ലേ? ഫഫിറൂ ഇലല്ലാഹ്. നമ്മൾ ഓടേണ്ടത് അള്ളാഹുവിലേക്കാണ്. എൻ്റെ തെറ്റുകൾ, എൻ്റെ പാപങ്ങൾ അതെത്ര വലുതായാലും ശരി, എത്ര വലുതായാലും ശരി. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട് കൂട്ടരെ, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസിഉൻ നഹാർ. അള്ളാഹു രാത്രി കൈനീട്ടിയിരിക്കുകയാണ് പകലിൽ ചെയ്ത തെറ്റുകൾ മായ്ച്ചു കളയാൻ, മാപ്പാക്കാൻ. അതുപോലെ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസിഅൽ ലൈൽ. നിങ്ങൾ ആലോചിക്കൂ, പകലും അള്ളാഹു കൈനീട്ടിയിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ രാത്രി ചെയ്ത തിന്മകളെ, തെറ്റുകളെ മായ്ച്ചു കളയാൻ വേണ്ടി. ഇതേത് വരെ ഉണ്ട് അറിയോ? ഹത്താ തത്ലുഅ അശ്ശംസ് മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറുന്നുദിക്കുന്നത് വരെ, അഥവാ ലോകാവസാനം വരെ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്, റമദാനിൽ വിശേഷിച്ചു. നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ദുആ മാത്രമല്ല, തൗബ മാത്രമല്ല, വേറെ ഒരുപാട് സംഗതികളുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഫത്തബിഊനി, റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യും. എന്നെ, റസൂലിൻ്റെ ഒരു സുന്നത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം സഹോദരന്മാരെ. എന്തെങ്കിലും ഒരു കാര്യം റസൂല് ചെയ്തു എന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അതാണ് ഇത്തിബാ എന്ന് പറയുന്നത്. അപ്പോൾ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യുക? അയാളുടെ ന്യൂനതൊക്കെ നമ്മൾ എന്താക്കും? യെസ്, അത്രയേ ഉള്ളൂ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളുടെ ന്യൂനതകളൊക്കെ നിങ്ങൾക്ക് മറച്ചു വെച്ച് തരും. അതാണ് അള്ളാഹുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, നമ്മൾ റസൂലിനെ ഫോളോ ചെയ്യുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തീരുമാനിക്കണം, ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ റസൂല് ചെയ്തു എന്നതുകൊണ്ട് ചെയ്യും, അത് മതി, നമ്മൾ രക്ഷപ്പെടാം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ, അദാൻ ചെയ്യുന്നവൻ, ബാങ്ക് കൊടുക്കുന്നവൻ, ആ ബാങ്ക് നിങ്ങൾ കേട്ടാൽ അവൻ ഇങ്ങനെ പറഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലാ, റദീതു ബില്ലാഹി റബ്ബൻ വബിമുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനാ എന്നൊരാൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. ബാങ്ക് എല്ലാവരും കേൾക്കാറുണ്ട്, ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ മൗനമാകാറുണ്ട്. പക്ഷേ ഇതും കൂടി പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റദീതു ബില്ലാഹി റബ്ബൻ വബിമുഹമ്മദിൻ നബിയ്യൻ വബിൽ ഇസ്ലാമി ദീന. അള്ളാഹുവിനെ റബ്ബായും മുഹമ്മദിനെ നബിയായും ഇസ്ലാമിനെ ദീനായും
ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു തരും എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രക്രിയകൾ നമ്മളിൽ നിന്നുണ്ടാകണം സഹോദരന്മാർ. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹു സത്യത്തിൽ നമ്മളിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അള്ളാഹു എത്രമാത്രമാണ് നമുക്ക് മറച്ചു വെച്ച് തന്നത് എന്ന്. നിങ്ങൾ ആലോചിക്കും, ഈ ശരീരത്തിൽ കണ്ടാൽ വെറുപ്പ് തോന്നുന്ന അവയവങ്ങളൊക്കെ അള്ളാഹ് മൂടി വെച്ച് തന്നിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ മറച്ചു വെക്കലാണ്. നമ്മളെ വായ ഇങ്ങനെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് വായക്കൊരു മൂടി തന്നിട്ടുണ്ട്. എല്ലാ സ്ഥലവും നിങ്ങൾ ആലോചിച്ചു. ഇനി ചില സ്ഥലങ്ങളൊക്കെ നഗ്നത എന്ന നിലയ്ക്ക് മറക്കാൻ നമ്മളോട് ഡ്രസ്സ് തന്നിട്ടുണ്ട്. അത് മറച്ചാൽ എന്തൊരു ഭംഗിയാണ്. മറച്ചു വെച്ചിട്ടെങ്കിൽ അത് വികൃതമാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ മഗ്ഫിറത്ത്, ഒന്നാമത്തെ മറച്ചു വെക്കൽ. അതാണ് നമ്മളിലേക്ക് ശ്രദ്ധിച്ചാൽ മതി, അത് മനസ്സിലാകും. രണ്ടാമത്തെ സഹോദരന്മാരെ ഭയങ്കര അത്ഭുതമാണ്. നമ്മുടെ മനസ്സിലുള്ളത് ആരും കാണൂലല്ലോ. അതാരാ മറച്ചു വെച്ച് തന്നത്? ഇപ്പോൾ കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ട് മൈൻഡ് റീഡിങ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഉള്ളിലുള്ളത് അവർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണോ? അള്ളാഹ് മറച്ചു വെച്ചത്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇവിടെ കാണുന്ന പലരെക്കുറിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തിച്ചത് നിങ്ങൾ അറിയുമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുമോ? അതാരാ മറച്ചു വെച്ചേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു സത്താറാണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ രണ്ടാമത്തെ രൂപമാണ്. മൂന്നാമത്തെ സഹോദരന്മാരെ, സഹജീവികളുടെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ന്യൂനതകൾ കാണുക എന്നുള്ളത് നമുക്കിഷ്ടമല്ലല്ലോ. ഞാൻ ആദ്യം ചോദിച്ച പോലെ എനിക്ക് എൻ്റെ ജീവിതം അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ചില തിന്മകൾ നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നില്ല. ആരാ മറച്ചു വെച്ചെന്നത്? അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. നാലാമത്തെ മഗ്ഫിറത്താണ് അള്ളാഹുവിനോട് ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹു മറച്ചു വെക്കും, മായ്ച്ചു തരും എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര അത്ഭുതം. അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിൻ്റെ രൂപം സത്യത്തിൽ മറച്ചു വെക്കലിൽ മാത്രമല്ല. നിങ്ങൾ അത്ഭുതപ്പെടും അള്ളാഹുവിൻ്റെ ഈ മെക്കാനിസം കേട്ടാൽ. അള്ളാഹു തെറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ടോ? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് പറയുന്നു. സയ്യിആത്തുകളെ, തിന്മകളെ നിങ്ങൾ മഗ്ഫിറത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമെന്ന് മാത്രമല്ല, നിങ്ങൾ ചെയ്ത ആ തിന്മകളെ നേരെ കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്തായിട്ട്? ഹസനാത്ത്, നന്മകളായിട്ട്. ഇങ്ങനൊരു മെക്കാനിസം ലോകത്ത് എവിടെയെങ്കിലും കേട്ടോ നിങ്ങൾ? ഞാൻ തിന്മകൾ ചെയ്താൽ പോലും എൻ്റെ തിന്മകളെ നന്മകളാക്കി മാറ്റുന്ന മെക്കാനിസം. ഇതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ സ്നേഹം. അതാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഒരു വലിയ വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് സംസാരിച്ച് തീർക്കേണ്ട കാര്യമല്ല. നമ്മളിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ മഗ്ഫിറത്തിലേക്ക് എത്തണം. അവിടെയാണ് യഥാർത്ഥത്തിൽ. നോക്കൂ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം എല്ലാവരോടും. ഞാൻ എന്നോട് പലപ്പോഴും ചോദിച്ചൊരു ചോദ്യം, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു വിശ്വാസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം ഏതാ? അള്ളാഹുവിന് 99 നാമങ്ങൾ, അസ്മാകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടല്ലോ. ഏതായിരിക്കും? വെറുതെ ആലോചിച്ച് നോക്കൂ, ഏതാ? നമ്മൾ ഇതൊക്കെ ആലോചിക്കണ്ടേ? നമ്മൾ പലരുടെ പേരുകളും നമ്മൾ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയലുണ്ടല്ലോ. അതെ, ഓരോരുത്തരുടെ ഉള്ളിലുള്ള വ്യത്യസ്തമായ ആശയങ്ങളാണത്. ഒരാൾ പറഞ്ഞു റഹ്മാൻ, ഒരാൾ പറഞ്ഞു വദൂദ്, ഒരാൾ പറഞ്ഞ് ഒക്കെ ശരി തന്നെ. പക്ഷേ ഒരു വിശ്വാസി ഏറ്റവും ഇഷ്ടപ്പെടേണ്ട നാമം ഗഫാറായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ
മഗ്ഫിറത്തില്ലാതെ റബ്ബിനെ സമീപിച്ചാൽ നമ്മൾ രക്ഷപ്പെടില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം ഗഫാർ, ഗഫൂർ ഒക്കെ ആയിരിക്കണം. ഒരു മുഅ്മിൻ അങ്ങനെ ആയിരിക്കണം. കാരണം മുഅ്മിനിന് യഥാർത്ഥത്തിൽ മുഅ്മിനാവുക, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം ലഭിച്ചവൻ. നിർഭയത്വം ലഭിക്കുക യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മഗ്ഫിറത്ത് നൽകി എന്ന ബോധ്യം അവന് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മളോട് പറയുന്നുണ്ട്, നബ്ബി ഇബാദി, നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. രണ്ടാമത്തേതേ റഹീമോ. നബ്ബി ഇബാദി, എൻ്റെ അടിമകളോട് നബിയെ അങ്ങ് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അന്നീ അന, ഞാൻ ആരാ? അൽ ഗഫൂർ അർ റഹീം. ഇഷ്ടപ്പെട്ട നാമം, അള്ളാഹുവിൻ്റെ അസ്മാകളിൽ ഇഷ്ടപ്പെട്ട നാമം അതായിരിക്കണം. കാരണം അത്രയും വലിയൊരു പ്രവർത്തനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മളോട് ചെയ്യുന്നത് എന്നർത്ഥം. നമ്മൾ ഓർക്കണം സഹോദരന്മാരെ, ഇത് നമ്മളെപ്പോഴും ഓർക്കണം. അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മളോട് പറയാൻ വേണ്ടി അള്ളാഹു പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഖുൽ എന്ന് പറഞ്ഞ ഒരുപാട് സാധനം ഖുർആനിലുണ്ട്. നിങ്ങൾ ഇനി ഖുൽ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകം പറഞ്ഞത്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ചിലപ്പോൾ അർത്ഥം പറയാതെ തന്നെ നിങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളോട് തന്നെ അതിരുവിട്ട് തിന്മകൾ ചെയ്ത മനുഷ്യരോട് പറയട്ടം. എൻ്റെ അടിമകളോട് പറയണം, മനുഷ്യരോട് എൻ്റെ അടിമകളോട് പറയണം. വല്ലാത്ത വാക്കുകളാണൊക്കെ. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. തെറ്റ് ചെയ്യുന്നവനോടും ഇഷ്ടമാണ് അള്ളാഹ്. തെറ്റ് ചെയ്യുന്നവനോടും ഇഷ്ടമാണ് റബ്ബിന്. അതാണല്ലോ റബ്ബ് എന്ന് പറഞ്ഞത്. എന്ത് പറയണം? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു മിർ റഹ്മത്ത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ആർക്കും നിരാശ വരരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നിശ്ചയമായും അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. എല്ലാം. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ 3 ഉപദേശങ്ങളിൽ മൂന്നാമത്തേത് അതായിരുന്നു. ആരും വിചാരിക്കരുത് എൻ്റെ തിന്മകൾ, എൻ്റെ തെറ്റിനോ. കാരണം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ രാവിൽ ഈ പള്ളിയിൽ നമസ്കാരത്തിന് ശേഷം ഒരുമിച്ച് കൂടി അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്ന നാം അള്ളാഹു നമ്മിൽ നിന്നൊരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതിനെ അധ്വാനിച്ചവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ചുറ്റുഭാഗവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം ഈ ജീവിക്കുന്ന രാജ്യവും മറ്റു രാജ്യങ്ങളെല്ലാം അള്ളാഹു അവിടെയൊക്കെ സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ഞങ്ങൾക്ക് നിൻ്റെ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ, സഹോദരങ്ങളുടെ കൂടെ, അമ്പിയാക്കളുടെ, വലിയാക്കളുടെ, ശുഹദാക്കളുടെ കൂടെ നിൻ്റെ ഫിർദൗസുൽ അലയിൽ ഒന്നിച്ചു ചേരാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമായ റബ്ബേ, ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് അവസാനത്തെ വാക്കായി ഉച്ചരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഈ തൗഹീദോടുകൂടി ജീവിച്ച് തൗഹീദിന് വേണ്ടി പരിശ്രമിച്ച് തൗഹീദോടുകൂടി നിന്നെ കണ്ടുമുട്ടി ഒരിക്കലും നരകത്തിൻ്റെ ഒരംശവും ഏൽക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മരണസമയത്ത് സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളെ കുളിപ്പിക്കുമ്പോൾ, കഫൻ ചെയ്യുമ്പോൾ, ചുമന്നുകൊണ്ട് മക്ബറകളിലേക്ക് നീങ്ങുമ്പോൾ, ഞങ്ങളെ കബറടക്കി അവർ തിരിച്ചു പോരുമ്പോൾ റബ്ബേ,
നിൻ്റെ റഹ്മത്ത് കൊണ്ട് ആവരണം ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.